നമ്മൾ ആക്ച്വലി കോളേജിൽ പോയിട്ട് കാര്യമില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമുക്കൊരു കോളേജിൽ പോകുന്ന ടൈമിൽ നമുക്ക് എന്താ അവിടെ നിന്ന് കിട്ടുക നമുക്കറിയാം. ശരിക്കും എന്താണ് ഈ ഒരു കോളേജ് നമുക്ക് ആദ്യം അറിയണം. ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം, അവിടെ കുറേ ആൾക്കാരുണ്ടായിരിക്കും, അവിടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളവിടെ പോകുന്നത് എന്തിനാ? നമുക്ക് എന്തോ ഒരു സംഭവം പഠിക്കാനല്ലേ. ഇത് പഠിക്കാൻ പോകുന്ന ടൈമിൽ ഇപ്പം ഞാൻ പോകുന്നൊരു സബ്ജക്റ്റ് അത് അവിടെ എന്തായാലും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സിലബസ് പഠിക്കുക, അതല്ലാണ്ട് അത് പഠിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ജോലി കിട്ടുന്നില്ല. ഓക്കെ, പക്ഷെ അതിന് കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്യും. അവിടെ നമുക്ക് ലൈബ്രറി ഉണ്ടായിരിക്കും. അപ്പോൾ ലൈബ്രറിക്കുള്ള ആക്സസ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഇഷ്ടംപോലെ പഠിക്കാൻ നോക്കുക. നമ്മളെടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് ഒരു 10-50 ബുക്ക് നമ്മൾ റിസർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ നോളജ് കിട്ടും. അവിടെ വൈഫൈ ഉണ്ടായിരിക്കും. ആ വൈഫൈ യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഇൻ്റർനെറ്റിൽ നമ്മൾ ബ്രൗസ് ചെയ്യും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്യും, ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഫാക്കൽറ്റീസിൻ്റെ കാര്യം. ആ ടീച്ചർമാരുടെ അടുത്ത് നമ്മളവിടെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളെ നല്ല രീതിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു കലാലയ ജീവിതം കിട്ടും. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അടിച്ചു പൊളിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ ഒരു കോളേജിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ മണ്ടന്മാരാവാനായിട്ട് നിൽക്കരുത്. കോളേജിൽ പോകണം. അത് പോകുന്നത് ഒരു വിഷൻ വേണമെന്നാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് നോക്കി നോക്കുക.